2011 സെൻസസ് ഡേറ്റ പ്രകാരം ഇന്ത്യയിൽ ടോട്ടലായിട്ട് 121 ലാംഗ്വേജ് ഉണ്ട്. പെട്ടെന്ന് ഒരു ദിവസം സെൻട്രൽ ഗവൺമെന്റ് നമ്മളോട് പറയുകയാണ്, ഇനി മുതൽ നമ്മുടെ ഒരു എല്ലാ തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പോസ്റ്റ് ഓഫീസ്, അത്തരം സ്ഥാപനങ്ങളിലെല്ലാം ഹിന്ദി ആയിരിക്കും അവരൊരു കോമൺ ലാംഗ്വേജ് ആയിട്ട് ഫോളോ ചെയ്യുക എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള തമിഴ്നാട്, കേരള, കർണാടക, ഇവിടെയൊക്കെ എന്തായിരിക്കും നമ്മുടെ ഒരു വികാരം? പെട്ടെന്നൊരു ദിവസം നമ്മൾ ഇത്രയും ദിവസം ഫില്ല് ചെയ്ത ഫോമുകൾ, മലയാളത്തിൽ ഫില്ല് ചെയ്ത ഫോമുകളെല്ലാം ഹിന്ദിയിൽ നമ്മൾ ചെയ്യണം. അപ്പം നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും നമ്മുടെ ഭാഷയ്ക്കുള്ള നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളിൽ നിന്ന് പിടിച്ചു മാറ്റുന്നതായിട്ട് നമുക്ക് തോന്നും. അത്തരത്തിൽ 1962 ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഹിന്ദി ഇമ്പോസിഷൻ, അതായത് ഇന്ത്യയിലെ ഒരു മാൻഡേറ്ററി ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിനെ പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് സൗത്ത് ഇന്ത്യയിൽ കുറെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത്തരത്തിൽ തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള കുറെ റിയൽ ഇൻസിഡൻസിനെ ചേർത്ത് ഫിക്ഷനും കൂടെ മിക്സ് ചെയ്ത് സുധാ കൊങ്ങര ഡയറക്റ്റ് ചെയ്ത് ശിവകാർത്തികൻ നായകനായിട്ട് ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ആയിട്ടുള്ള സിനിമയാണ് പരാശക്തി. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. പരാശക്തി സിനിമയുടെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. സോ ഈ ഒരു സിനിമ ഒരു പീരിയഡ് പൊളിറ്റിക്കൽ ഡ്രാമയായിട്ടാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. 1962 ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത്. ശിവകാർത്തികനെ കൂടാതെ രവി മോഹൻ, അഥർവ, ശ്രീലീല എന്നിവരാണ് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്. സിനിമയിൽ ശിവകാർത്തികൻ ഒരു റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ശിവകാർത്തികന്റെ അനിയനായിട്ടാണ് അഥർവ വരുന്നത്. സോ ശിവകാർത്തികന് ഒരു TTR എന്ന ഒരു പൊസിഷനിലേക്ക് ഒരു പ്രൊമോഷൻ കിട്ടുകയാണ്. എന്നാൽ ഈ ഒരു പ്രൊമോഷൻ കിട്ടണമെങ്കിൽ പുള്ളി ഇന്റർവ്യൂവിന് പോകുമ്പോൾ പുള്ളി ഹിന്ദി പഠിക്കണം. സോ ശ്രീലീലയുടെ സഹായത്തോടെ കുറച്ചൊക്കെ ഹിന്ദി പഠിച്ചിട്ട് പുള്ളി ഈ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്. അതേസമയം ഈ ഒരു ഇന്ത്യയിലെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിനെ പ്രഖ്യാപിക്കുകയും തുടർന്ന് സ്റ്റുഡൻസിന്റെ ഇടയിലേക്ക് ഒരു റെബലിയൻ പോലെ പൊട്ടിപ്പുറപ്പെടുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ശിവകാർത്തികൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ നടക്കുന്ന ഒരു ഇൻസിഡന്റ് പുള്ളിയുടെ ഒരു പാസ്റ്റിൽ നടന്നൊരു സംഭവമായിട്ട് പെട്ടെന്ന് പുള്ളിക്ക് ട്രിഗറായിട്ട് പുള്ളി ഈ ഒരു സംഭവത്തിലേക്ക് വരുന്നത്, അതായത് ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നതാണ് സിനിമയുടെ കഥ. ഈ ഒരു സിനിമയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു നീറ്റ് സ്റ്റാർട്ടായിരുന്നു സിനിമയ്ക്ക് കിട്ടിയത്. എന്നാൽ അതിൻ്റെ ആ ഒരു തുടരെയുള്ള ഒരു നറേഷനിൽ ആ ഒരു ഫ്ലോ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. ക്യാരക്ടേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ സീനിൽ നടക്കുന്ന കാര്യങ്ങളായിട്ടോ ഒന്നും ഓഡിയൻസിന് യാതൊരു വിധത്തിലുള്ള ഒരു ഇമോഷൻ കണക്ട് ഒന്നും വന്നില്ല. ഒരു ഡ്രാഗിങ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് എനിക്ക് ഈ സിനിമയുടെ തോന്നിയത്. പിന്നെ ശ്രീലീല ശിവകാർത്തികൻ ലവ് ട്രാക്ക് ആണെങ്കിലും ഒന്നും വർക്കായില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് ഈ പാട്ടൊക്കെ വന്നു പോകുന്നുണ്ട്, എന്നാൽ അതൊന്നും നമുക്കൊരു സിനിമയോട്ട് യാതൊരു ഇൻവോൾവ്മെന്റും ഒന്നും തരുന്നില്ല. പക്ഷെ സിനിമയുടെ ആ ഒരു ഫസ്റ്റ് ഹാഫിന് ഇന്റർവെൽ പോർഷൻ എത്തിയപ്പോഴത്തേക്കും സിനിമ ഒന്ന് ഹൈ ആയി. അതായത് ജി വി പ്രകാശിന്റെ മ്യൂസിക്കും എല്ലാം കൊണ്ടും ആ ഇന്റർവെല്ലിൽ നമുക്കൊരു സിനിമയിൽ ഒരു പ്രതീക്ഷ നൽകിയ ഒരു ഇന്റർവെല്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് ആകട്ടെ ഫസ്റ്റ് ഹാഫിന് നേരെ വിപരീതം, വളരെ എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു ഇമോഷണലി നമുക്ക് വളരെ കണക്ട് ആവുന്ന ഒരു സെക്കൻഡ് ഹാഫാണ് സിനിമയ്ക്ക് ഉടനീളം സെക്കൻഡ് ഹാഫിലുള്ളത്. പിന്നെ സിനിമയിൽ ഏറ്റവും എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് ഇതിന്റെ ആർട്ട് വർക്കാണ്. ആർട്ട് വർക്ക് ആ ഒരു കാലഘട്ടം 1962 ആ ഒരു കാലഘട്ടമൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിൽ ആർട്ട് ടീം നല്ല വർക്ക് എടുത്തിട്ടുണ്ട്. സോ ആർട്ട് ടീമിന്റെ വർക്ക് നല്ല കിടിലനായിരുന്നു. പിന്നെ എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും പോസിറ്റീവ്, അതായത് സിനിമയിലെ ഒരു ആവറേജ് സിനിമയിലെ ഒരു തരക്കേടില്ലാത്ത സിനിമയിലേക്ക് എത്തിച്ചു. അതായത് എനിക്ക് നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് തന്നത് ഇതിന്റെ മ്യൂസിക് തന്നെയാണ്. ജി വി പ്രകാശാണ് സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ല കിടിലനായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിന്റെ ആ ഇന്റർവെല്ലും പിന്നെ ക്ലൈമാക്സ് പോർഷൻ എല്ലാ BGM എല്ലാം കിടിലനായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫിലെ ഒരു മെയിൻ പ്ലസ് എന്ന് പറയുകയാണ് ശിവകാർത്തികൻ തന്നെയാണ്. പുള്ളി ഒറ്റയ്ക്കാണ് ഫസ്റ്റ് ഹാഫ്, പുള്ളിയുടെ ആ ഒരു ചെറിയ രീതിയിലുള്ള ആ ഒരു പെർഫോമൻസും പരിപാടികളൊക്കെ വെച്ചിട്ടാണ് ഫസ്റ്റ് ഹാഫ് നമുക്കൊരു കണ്ടിരിക്കാം എന്നുള്ള രീതിയിൽ ആ സിനിമ കൊണ്ടുവന്ന് നിർത്തുന്നത്. പിന്നെ സിനിമയിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് അഥർവ ശിവകാർത്തികന്റെ ബ്രദറായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് ശ്രീലീല. എനിക്ക് തോന്നുന്നു ശ്രീലീലയുടെ ഫിലിം കരിയറിൽ പുള്ളിക്കാരത്തി കുറെ തെലുങ്ക് പടത്തിലേക്കാണ് ഇതിനു മുമ്പ് അഭിനയിച്ചിരിക്കുന്നത്. അവിടെ ഒന്നും കിട്ടാത്ത രീതിയിൽ നല്ലൊരു റോള് തന്നെയാണ് ഈ സിനിമയിൽ കിട്ടിയിരിക്കുന്നത്. പുള്ളിക്കാരത്തിയെ ഒട്ടും മോശമാക്കാതെ നല്ല വൃത്തിയായിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് രവി മോഹനാണ് ഈ സിനിമയിലെ വില്ലനായിട്ട് വരുന്നത്. പുള്ളി വില്ലൻ റോള് മാക്സിമം പുള്ളിയെ കൊണ്ട് പറ്റുന്ന പോലെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ ക്യാരക്ടറിന് ഒരു പ്രോപ്പറായിട്ട് എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ആ ഒരു ക്യാരക്ടർ ഒരു പ്രോപ്പർ ബാക്ക് സ്റ്റോറിയോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാരക്ടറായിട്ട് നമുക്കൊരു ഇമോഷണലി ഒരു കണക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് തോന്നത്തില്ല.
പുള്ളി എന്തൊക്കെയോ അവിടെ കാണിക്കുന്നുണ്ട്, പക്ഷെ എന്നാൽ അതൊന്നും ഒരു ഇമ്പാക്റ്റ് സിനിമയിൽ കിട്ടുന്നില്ല. പിന്നെ ശിവകാർത്തികേയൻ ഓരോ സിനിമ കഴിയും തോറും പുള്ളിയുടെ പെർഫോമൻസിലും സ്ക്രിപ്റ്റ് സെലക്ഷനിലും എല്ലാം ഒന്ന് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. പുള്ളിയുടെ ഫിലിം ഇത്ര നാൾ പുള്ളി ചെയ്തിട്ടുള്ള സിനിമയിൽ തന്നെ നല്ലൊരു പെർഫോമൻസ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പുള്ളി നന്നായിട്ട് തന്നെയാണ് ആ സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ആയിട്ടാണ് സുധാ കൊങ്ങര ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. സുധാ കൊങ്ങര എന്ന ഡയറക്ടറിന്റെ സൂർ റിപ്പോർട്ടർ എന്നൊരു സിനിമ അത്തരം അങ്ങനെ ആ ഒരു ഡയറക്ടറിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാനുള്ള പ്രധാന ഒരു കാരണം. പക്ഷെ അവരുടെ ആ ഒരു പ്രീവിയസ് വർക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വർക്കിന്റെ ഒന്നും ലെവൽ ഇല്ലെങ്കിലും ഒരു ഡീസന്റ് സിനിമ എന്നേ ഇതിനെ പറയാൻ പറ്റത്തില്ല. അല്ലെ എക്സ്ട്രാ ഓർഡിനറി സിനിമ എന്നോ അങ്ങനെയൊന്നും നമുക്ക് ഇതിനെ പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത് ചർച്ച ചെയ്യുന്ന വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ സിനിമയിൽ അവർ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ കുറെ ഇഷ്യൂസിനൊക്കെ ശേഷമാണ് സിനിമ റിലീസ് ചെയ്യാനുള്ള ലൈസൻസ് ഒക്കെ ഇവർക്ക് കിട്ടിയത്. ഒരു ആന്റി ഹിന്ദി മൂവി ആയിട്ടാണ് സിനിമയെ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഹിന്ദി ലാംഗ്വേജിനെതിരായിട്ട് ഇവരൊന്നും പറയുന്നു അങ്ങനെ ഒന്നുമില്ല. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ ഒക്കെ ഒരു പാർട്ടിസിപ്പേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റിൽ നമ്മുടെ കേരള അല്ലെ കർണാടക അല്ലെ തെലുങ്ക് അവിടുത്തെ എല്ലാം ആൾക്കാരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഒക്കെ നമുക്ക് ഈ ഒരു സിനിമ കാണാം. അതെല്ലാം ക്യാമിയോ റോൾസിലൂടെയൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാമിയോ റോൾസിൽ രണ്ട് പേരൊക്കെ വരുന്നുണ്ട്. അതിൽ മലയാളികൾക്ക് കൈയടിക്കാനുള്ള ഏറ്റവും വലിയ സംബന്ധിച്ച ബേസിൽ വരുന്നുണ്ട്. ചെറിയൊരു റോളിലാണ് ബേസിൽ വരുന്നത്. പക്ഷെ നമുക്ക് തിയേറ്ററിൽ കൈയടിക്കാനുള്ള ഒരു സംഭവം സിനിമയിൽ ഉണ്ടായിരുന്നത് ബേസിലിന്റെ ഒരു എൻട്രി ആയിരുന്നു സിനിമയില്. പുള്ളിക്ക് ചെറിയൊരു റോളാണുള്ളത്, പക്ഷെ പുള്ളി നല്ല നീറ്റായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ടോട്ടലി പറയുകയാണെങ്കിൽ വളരെ ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫും ഒരു കിടിലൻ ഇന്റർവെല്ലും പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു ഡീസന്റ് ഒരു സെക്കൻഡ് ഹാഫ് ആയിരുന്നു എനിക്ക് തോന്നിയത് പടത്തിൽ മൊത്തത്തായിട്ട്. എനിക്ക് ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. ഒരു അങ്ങനെ പൈസ വേസ്റ്റ് ആയെന്നൊന്നും തോന്നിയില്ല. എല്ലാവർക്കും വർക്കാവണമെന്നുമില്ല സിനിമ. ഒരു പീരിയഡ് പൊളിറ്റിക്കൽ ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കാണാം. എന്നാലും തമിഴ്നാട്ടിൽ സിനിമ ഉറപ്പായിട്ടും നല്ലൊരു കളക്ഷനും പിന്നെ നല്ല ഇതൊക്കെ കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം മെയിനായിട്ടും അവരുടെ ഒരു ഇതാണ് സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. സോ സിനിമ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.